ഇതിനെ വിളിക്കുന്നത് ഹാമർ ഹെഡ് ഡിസൈൻ എന്നാണ്. കാരണം ഹാമർ ഹെഡ് ഷാർക്കിന്റെ ആ ഒരു ഫ്രണ്ട് ഹാമർ ഹെഡ് ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുന്നുണ്ട്. കാരണം ഇതിന്റെ കോമ്പറ്റീഷൻ മോഡൽസ് വരുന്നതിന് നമുക്കിപ്പം ജർമ്മൻ ബിഗ് 3 ജർമ്മൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മെർസഡീസിന്റെ സി ക്ലാസ് വരുന്നുണ്ട്, BM-ന്റെ 3 സീരീസ്, അതുപോലെ ഔഡിയുടെ A4 കറണ്ട് A4 ആണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ ബിഗ് 3 ജർമ്മൻസ് കൊള്ളത്തില്ലെന്നല്ല. അവരൊക്കെ അവരുടെ ഒരു ലെഗസി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓ ഇതാ പോന്നു പറഞ്ഞു തീർന്നില്ല 100 ഐസ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ആ വണ്ടി കണ്ടില്ലേ, വണ്ടി കണ്ടപ്പോ നമ്മൾ ആദ്യം നമ്മുടെ വായന്ന് അടിപൊളി അങ്ങനെയല്ല, നമ്മൾ ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെന്റ് ആണ് വണ്ടിയുടെ റോഡ് പ്രസൻസ്. അത് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്.
Hi guys, so we are taking a drive of Camry from Panichimootil Toyota. So Abhijit എന്ന് പറയുന്ന ബ്രോ ആണ് നമ്മൾ ആക്കാൻ വരുന്നത്. സോ ഇത് 9th ജനറേഷൻ ക്യാമറയാണ്. 5th ജനറേഷൻ ഹൈബ്രിഡ് ടെക് ആണ്. ഓക്കെ. നേരത്തെ വന്നത് വെച്ച് നോക്കുമ്പോൾ നേരത്തെ നമുക്ക് നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ലിഥിയം അയൺ ആണ്. ഓക്കെ. സോ ചാർജ് ഡെൻസിറ്റി അതുപോലെ റേഞ്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. പ്ലഗ്-ഇൻ അല്ലല്ലോ അത്? പ്ലഗ്-ഇൻ ആകുമ്പോൾ നമ്മൾ അല്ലാതെ ചാർജ് ചെയ്യണം. ഇത് ഓട്ടത്തിൽ തന്നെ കയറുന്നത്. ഓ ശരി. സോ നമുക്ക് പുറത്തായിട്ട് എന്തെങ്കിലും എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? വണ്ടി നമ്മുടെ ഇപ്പോൾ ഉള്ള സെഗ്മെന്റിൽ വൺ ഓഫ് ദ സ്ലീക്കസ്റ്റ് വെഹിക്കിൾ ആണ്. പിന്നെ നമുക്ക് നോർമൽ റിക്വസ്റ്റ് സെൻസേഴ്സ് അല്ല വരുന്നത്. നമുക്ക് ഹാൻഡിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ സെൻസേഴ്സ് വരും. നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ തന്നെ ഡോർ അൺലോക്ക് ആവും. നമുക്ക് പാസീവ് ആയിട്ട് എൻട്രി കിട്ടുന്ന രീതിയിൽ സിസ്റ്റം തന്നെയാണ്. കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാസീവ് എൻട്രി സിസ്റ്റം. ഫ്രണ്ട് എൻഡ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യത്യാസമുണ്ട്. ഫ്രണ്ട് എൻഡ് കുറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഹാമർ ഹെഡ് ഡിസൈൻ എന്നാണ്. കാരണം ഹാമർ ഹെഡ് ഷാക്കിന്റെ ആ ഒരു ഫ്രണ്ട് ഹാമർ ഹെഡ് ഇതിപ്പോ നമ്മുടെ എലിഗന്റ് എന്നുള്ള വേരിയന്റ് ആണ്. ഇതിനൊരു സ്പ്രിന്റ് എന്നുള്ള എഡിഷനും കൂടെയുണ്ട്. സ്പ്രിന്റ് എഡിഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോണറ്റ്, ഈ ഹാമർ ഹെഡ് പാർട്ട്, റൂഫ്, നമ്മുടെ അതേപോലെ ബൂട്ടിന്റെ ബൂട്ടിലിന്റെ മേളിലായിട്ട് ഫുൾ ബ്ലാക്ക് ടോൺ വരും. പിന്നെ നമുക്ക് എയറോ കിറ്റ് ആയിട്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതിപ്പോ നോർമൽ കിറ്റ് ആണ്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ലിപ്പ് പോലെ വരും. ഞാൻ പിന്നെ കാണിച്ചു തരാം എങ്ങനെയാണ്. റിയറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൂട്ട് സ്പോയിലർ വരുന്നുണ്ട്. വളരെ ചെറിയൊരു ലിപ് സ്പോയിലർ പോലത്തെ സ്പോയിലറാ. ബട്ട് ഓവറോൾ പ്രൊപ്പോർഷൻസ് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള നമുക്ക് ഫ്രണ്ട് എഡിഷനിൽ കിട്ടുന്നത്. ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ് ആണ് സർ. HEV എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹൈബ്രിഡിനാണ് വരുന്നത്. റിയറും അതേപോലെ ഹാമർ ഹെഡ് ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രൈവ് ചെയ്ത് സംസാരിക്കാം. ബൂട്ട് നോക്കുന്നുണ്ടോ? ബൂട്ട് നേരത്തെ നോക്കിയായിരുന്നു. സ്പെയർ വീൽ അതിന്റെ സ്പെയർ വീൽ വരുന്നുണ്ട്. സെഗ്മെന്റ് വേറെ ആർക്കും പറയാൻ പറ്റാത്ത ഒരു അഹങ്കാരമാണ്. നമുക്ക് അലോയ് വീൽസ് ആണ് സ്പെയർ ആയിട്ട് വരുന്നത്. ഓൾ ഫോർ ഡിസ്ക് ബ്രേക്സ് ആണ്. അതെ, ഓൾ ഫോർ ഡിസ്ക് ബ്രേക്സ് ആണ്. അലോയ് വീൽസ് ആണ് സ്പെയർ ആയിട്ട് വരുന്നത്. എല്ലാം നമുക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കേ. വെൽക്കം ഫംഗ്ഷൻ ഉണ്ടല്ലേ? വെൽക്കം, ഗുഡ് ബൈ. അതേപോലെ തന്നെ വേറെ സെഗ്മെന്റ് ഇല്ലാത്തൊരു കാര്യം, നമ്മുടെ മിറേഴ്സ് ഇല്ലേ, മിറേഴ്സ് മെമ്മറി ഫംഗ്ഷനിൽ വരുന്നുണ്ട്. സീറ്റ്സിനനുസരിച്ച് സ്റ്റിയറിംഗ് വീൽ. ഇപ്പം അവിടെ ഇപ്പം മെമ്മറി ഫംഗ്ഷൻ വണ്ണിലോ ഒന്ന് നിൽക്കുക, വണ്ണി നിൽക്കേ 1 2 ആണെങ്കിലോ രണ്ടും സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഡ്രൈവർ പ്രിഫറൻസ് ആണ്. നമുക്ക് 2 ഡ്രൈവറായിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് വെക്കാൻ പറ്റും. റിയർ സീറ്റ് ബെൽറ്റ് ഇടാണെന്നുണ്ടോ? വാർണിംഗ് അടിക്കൂ? വാർണിംഗ് അടിക്കത്തില്ല. നമുക്കിതിൽ വരുന്ന 230 PS ഓഫ് കമ്പൈൻഡ് പവർ ആണ് പറയുന്നത്. ഇലക്ട്രിക് എഞ്ചിനും ഉണ്ടല്ലോ, നമുക്ക് ഐസും ഉണ്ട്, EV മോട്ടറും ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് പവർ ഓഫ് 230 ആണ്. CVT ആണ് വരുന്നത്. ECVT എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ട്രൂ CVT അല്ല, പക്ഷെ CVT പോലെ ആക്ട് ചെയ്യുന്ന ഒരുതരം പ്ലാനറ്ററി ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ എനിക്ക് EV മോഡലാണ്. EV മോഡലാണ് നമ്മളിവിടെ നിന്ന് ഓടി വന്നത്. EV മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ഹെവി പവർ യൂസ് വരുമ്പോഴേ എഞ്ചിലോട്ട് സ്വിച്ച് ആവത്തുള്ളൂ. ഇപ്പൊ നോർമൽ മോഡലാണ്. നോർമലാണ് ഈ പെർഫോമൻസ്. സ്പോർട്ട് നല്ല പെർഫോമൻസ്, നല്ല പുള്ളായതാണ്. 2.5 ആണല്ലേ? 2.5 4 സിലിണ്ടർ എണ്ണയാ. ഡീസൽസിനൊക്കെ എനിക്ക് തോന്നുന്നു ടൊയോട്ടയ്ക്ക് ടർബോ എന്നുള്ളത്. ഫോർച്യൂണറിന്റെ പോലും 2.7 പെട്രോൾ എണ്ണയാ. ഫ്രണ്ട് ആണെങ്കിൽ ഇത് അല്ലെങ്കിൽ സെയിം പ്രൈസാ മോണ്ടോട് വരുമ്പോഴത്തേക്കും. കോസ്മെറ്റിക് വ്യത്യാസമുണ്ട്. ഫീച്ചേഴ്സ് ആണെങ്കിലും ഇന്റേണൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ലെക്സസിന് ഞാൻ സ്റ്റിയറിംഗ് വീൽ സിമിലർ ആയിരിക്കും. ഇപ്പം പക്ഷെ പുതിയ ES അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ, അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്.
നമുക്ക് ഈ സ്റ്റിയറിംഗ് അല്ല ഇപ്പോൾ അവർ കൊടുക്കുന്നത്. ഓക്കെ. പാർട്സ് കുറേയൊക്കെ ഷെയറിംഗ് ആണ്. ബേസിക്കലി സെയിം പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും. സെയിം പ്ലാറ്റ്ഫോം ആണ്, എല്ലാം ഷെയറിംഗ്. കാരണം അവരുടെ ഫിലോസഫി ഇപ്പോഴും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ പണ്ട് അമേരിക്കയിലോട്ട് വരുമ്പോൾ ഒരു പ്രീമിയം മാർക്കറ്റ് പിടിച്ചെടുക്കാനാണ് ലെക്സസ് ശരിക്കും പറഞ്ഞ് വരുന്നത് തന്നെ. അപ്പോൾ അവരുടെ നോർമൽ ടൊയോട്ടയുടെ അന്ന് ടൊയോട്ട എന്ന് പറയുമ്പോഴത്തേക്കും അഫോർഡബിലിറ്റി, മിഡിൽ ക്ലാസ്, അങ്ങനെ ഒരു ഇതിന്റെ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു പ്രീമിയം മൈൻഡ് സെറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ഒരു ബ്രാൻഡാണ് ലെക്സസ് എന്ന് പറയുമ്പോൾ. ലെക്സസ് ആകുമ്പോൾ കുറച്ചും കൂടെ പ്രീമിയം ആണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ വന്നതാണ്. ഇപ്പോഴും അവിടെ സട്ടിൽ ലക്ഷറി എന്നൊക്കെ പറയുന്നത് ലെക്സസ് തന്നെയാണ്. ഇപ്പം നമ്മുടെ എൽ സി ഒക്കെ ഇപ്പോഴും ആൾക്കാർ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും കാശുള്ളൊരു ഈ സട്ടിലായിട്ടില്ല എന്ന് വെച്ചാൽ വലിയായിട്ട് തിരിഞ്ഞു നോക്കും. ഇവിടെ നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മുടെ നാട്ടിൽ തിരിഞ്ഞു നോക്കും. പുറത്തങ്ങനെയല്ല. കാരണം ബിഗ് SUVസിന്റെ നാടുകളാണ് US ആയാലും ഇപ്പൊ ദുബായ് ഒക്കെ ആണെങ്കിൽ. ഇവിടെ മോഡ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതോ മ്യൂസിക് സിസ്റ്റത്തിന്റെ ആണോ? അത് മ്യൂസിക് സിസ്റ്റത്തിന്റെ ആണ്. ഇത് ലൈക്ക് ഇൻഫോർടൈൻമെന്റ്, അത് ഇൻഫോർടൈൻമെന്റിന്റെ MID സിസ്റ്റത്തിന്റെ ആണ്. നമ്മുടെ താഴെയായിട്ട് മ്യൂസിക്കിന്റെ സിസ്റ്റത്താണ് വരുന്നത്. എഫക്റ്റീവ്ലി EV അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തോളൂ അല്ലേ? അത് ചെയ്തോളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെ നമുക്കൊരു EV മോഡ് ഉണ്ട്. അതിന്റെ മെയിൻ പർപ്പസ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നീക്കിയിടാനോ, റീജൻ ബ്രേക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. റീജനറേഷൻ ആണ്. പിന്നെ നമ്മളിപ്പോ കാലെടുക്കുമ്പം ഇല്ലെങ്കിൽ ഇപ്പം അത്ര കുറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ യൂസ് ചെയ്ത് എഞ്ചിൻ ജനറേറ്റർ പോലെ യൂസ് ചെയ്തിട്ട് ബാറ്ററി ചാർജ്. അതെ അതെ അതെ. എനിക്കത് ഈ ECVT റവ് ഹോൾഡ് ചെയ്യുന്ന ഒരു നേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ഈ CVT എന്ന് വിളിക്കുന്നത്. CVTയുടെ ആ ഒരു നേച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇത് ഡ്രൈവർ ഫോക്കസിനെ കാട്ടി ഇത് പാസഞ്ചർ ഫോക്കസ്. അയ്യോ, ബാക്ക് ഇരിക്കണം. ഭയങ്കര സുഖമാണ്. മസാജിങ് ഒക്കെ വരുന്നുണ്ടോ? ഇല്ല, മസാജ് ഫംഗ്ഷൻ ഇല്ല. റിക്ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. മാസ്റ്റർ കൺട്രോൾ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അത് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സീറ്റില്ലേ, ബാക്കിൽ വരുന്ന പാസഞ്ചർ സീറ്റിലാണ്. അതാണ് ബോസ് സീറ്റ്. ADAS ഇൻ ഇറ്റ്സെൽഫ് ADAS വരുന്നില്ല. ടൊയോട്ട സേഫ്റ്റി സെൻസ് എന്ന് പറഞ്ഞൊരു സൂട്ട് വരുന്നുണ്ട്. അത് ADASന്റെ ഒരു ഡെറിവേഷൻ ആണ്. ലെയിൻ കീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വളം എത്തുന്നില്ലേ, ഇപ്പം നമ്മളിപ്പം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇപ്പോൾ ഇതിനകത്തുള്ള സെറ്റ് ചെയ്യുവാണെങ്കിൽ ഈ വളവ് എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 80 സെറ്റ് ചെയ്തേക്കും, പക്ഷേ നമ്മൾ ഈ വളവ് 60 എടുക്കേണ്ടതായിരിക്കും. അത് നമുക്ക് വണ്ടി തന്നെ സ്ലോ ചെയ്ത് എടുത്തോളും. ഒരു അലേർട്ട് വരും കേട്ടോ. കൈ പിടിച്ചില്ലേ? നമുക്ക് ട്രെയിനിങ് തരുമ്പോഴും ഇപ്പൊ നേരത്തെ ഞാൻ ടാറ്റയിൽ ഇരുന്നതാണ്. അപ്പൊ അവര് പറയുന്നത് ഇതിന്റെ അകത്തെ മെയിൻ ഘടകം എന്താന്ന് വെച്ചാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കൻഡറി സിസ്റ്റമാണ്, പാസീവ് സിസ്റ്റം. അതെ, നമ്മൾ തന്നെയാണ് ഇതിന്റെ മെയിൻ സേഫ്റ്റി. നമുക്കൊരു അസിസ്റ്റ്. അതെ, അതിൽ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈവിട്ടം ഓടിക്കും. എൻ്റെ അടുത്തൊരു കസ്റ്റമർ ചോദിച്ചായിരുന്നു ഈ വണ്ടി, എനിക്കൊന്ന് ഏത് വണ്ടിയായിരുന്നു, XUV ആണോ BYD ഓർമ്മ വരുന്നില്ല, അവരുടെ വണ്ടി കൈവിട്ട് സുഖമായിട്ട് പൊക്കോളൂ. ഞാൻ സാർ ഇതും പോവും, പോകത്തില്ല എന്നാരും പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഓട്ടിച്ചൂടാ. മിക്കവാറും എല്ലാത്തിലും ഒരു മിനിറ്റ് വാർണിംഗ് തന്നെ വന്നോളൂ. അതിൽ ഇപ്പൊ മിക്ക പ്രീമിയം സെഗ്മെന്റ്സിലോട്ടും, കാരണം എന്തെങ്കിലും കൊടുക്കണ്ടേ, ഈ ഇത്രയും കാശ് വാങ്ങിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തന്നെ വേണ്ടേ, ഫീച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ഓവർടേക്സിനൊക്കെ പിന്നെ നോർമൽ മോഡാണ്. ഇപ്പോഴാണ് സ്പോട്ട് ആയത്. ത്രോട്ടിൽ റെസ്പോൺസ് വ്യത്യാസമുണ്ട്. പവർ കുറച്ചുകൂടെ ഏർലി കൊടുക്കാൻ തുടങ്ങി. മറ്റേ നമ്മളിപ്പോ ഒന്ന് കയറി കഴിഞ്ഞാൽ എഞ്ചിന്റെ ഫുൾ പവർ ഒരു എടുക്കുന്ന വണ്ടി.
ക്ലസ്റ്ററിന്റെ അകത്ത് കുറെ ഇൻഫോർമേഷൻ അതുകൊണ്ടുണ്ടല്ലേ. ക്ലസ്റ്ററിനകത്ത് നമ്മുടെ അതേപോലെ ഡയറക്ഷൻ ഓഫ് പവറും കൂടെ നമുക്ക് കാണാൻ പറ്റും, എങ്ങോട്ടാണ് ചാർജ് പൊക്കോണ്ടിരിക്കുന്നത്. നേരത്തെ ഇത് അതെ അതെ. ഓക്കെ. ഓ, നമ്മൾ ആ ജസ്റ്റ് ബ്രേക്ക് ലൈക്ക് അല്ലെങ്കിൽ റീജൻ ആകുമ്പോഴത്തേക്ക് തിരിച്ച് ബാറ്ററിയിലോട്ട് പോകും. അതേപോലെ നമ്മൾ ഇപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അത് എഞ്ചിനും കൂടെ പോകുന്നുണ്ട്. ഇത് പക്ഷെ ഒരു വളരെ സ്മൂത്ത് ആയിട്ട് പോവാണ്. ബാക്കിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ മേഘത്തിലിരുന്ന് പോകുന്ന പോലെ ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കും. അങ്ങനെയുള്ള ഹൈവേസ് വേണം അല്ലേ? ഹൈവേസ് നമ്മുടെ ഈ റോഡായാലും മതി. ഈ റോഡിലായാലും, കാരണം ബ്രേക്ക് പവർഫുൾ ആണെന്ന് ചോദിച്ചാൽ പവർഫുൾ ആണ്, പക്ഷെ അതേ സമയം നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റവും കൂടെയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർ ഫോക്കസ്ഡ് വെഹിക്കിൾ അല്ല, ഇത് കുറച്ചുകൂടെ പാസഞ്ചർ ഫോക്കസ്ഡ് വെഹിക്കിൾ ആണ്. എന്നാൽ പക്ഷെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് ഓടിക്കാനും പറ്റും. പിന്നെ ഒരു ഹെവി ഫുട്ടായിട്ട് ഓടിക്കാതെ ലൈറ്റ് ഫുട്ടായിട്ട് ക്രൂസ് ചെയ്യാനായിട്ട്. ലൈറ്റ് ഫുട്ട് ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. കമ്പനി പറയുന്നത് 25+ ആണ്, നമുക്ക് റിയലിസ്റ്റിക്കലി 22+ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. റിയൽ വേൾഡ് കിട്ടുന്നുണ്ട്, കാരണം ഹൈബ്രിഡ് ആണ്. പിന്നെ നമുക്കിപ്പം ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുന്നുണ്ട്, കാരണം ഇതിന്റെ കോമ്പറ്റീഷൻ മോഡൽസ് വരുന്നതിന് നമുക്കിപ്പം ജർമ്മൻ ബിഗ് 3 ജർമ്മൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മെർസഡീസിന്റെ സി ക്ലാസ് വരുന്നുണ്ട്, BM-ന്റെ 3 സീരീസ്, അതുപോലെ ഔഡിയുടെ A4, കറണ്ട് A4 ആണ്, A4 A5. ഇതെല്ലാം നമുക്ക് കോമ്പറ്റീഷൻ വരുന്ന വെഹിക്കിൾസ് ആണ്. ഇവരെല്ലാം കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ ലോങ് ടേം വെച്ച് നോക്കുമ്പോഴത്തേക്കും റിലയബിലിറ്റി, അതേപോലെ തന്നെ സർവീസ് കോസ്റ്റ്, ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എല്ലാം ഇപ്പോൾ ടൊയോട്ട ആയതുകൊണ്ടും ഇത്രയും വർഷത്തെ ലെഗസി, ഇത്രയും പ്രീമിയം വെഹിക്കിൾസിന്റെ ആ ഒരു പെഡിഗ്രി ഉള്ളതും കൊണ്ടും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പം കസ്റ്റമേഴ്സ് മെയിൻലി നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പം പ്രീമിയം കസ്റ്റമേഴ്സ് ആണ്. ലൈഫിൽ ഒരു ബാലൻസ്ഡ് വെഹിക്കിൾ എന്ന് വെച്ചാൽ ലോങ് ടേം ആയിരിക്കണം. ഓടിക്കപ്പം നേരത്തെ ഞാൻ പറഞ്ഞാൽ ഓടിക്കാൻ ഒരു രസം, യാത്ര ചെയ്യാനും മോശമല്ല എന്നൊരു വെച്ചാൽ ഒന്നിലും വിട്ടുവീഴ്ച സഹിക്കാൻ പറ്റാത്ത കോംപ്രമൈസ് സഹിക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ലൈഫിൽ എല്ലാം വേണം, ഒന്നും കൈവിട്ട് പോകാൻ പാടില്ലാത്ത കസ്റ്റമേഴ്സ്. ആ ടൈപ്പ് കസ്റ്റമേഴ്സ്, റിലയബിലിറ്റി സർവീസ്, പെർഫോമൻസ്, കംഫർട്ട്, പിന്നെ അതേപോലെ തന്നെ റോഡ് പ്രസൻസ്. ഇപ്പൊ നമ്മളൊരു നമ്മുടെ റോഡിൽ ഇപ്പം സത്യം പറഞ്ഞാൽ കാക്കയെക്കാട്ടിലും കൂടുതൽ ഫോർച്യൂണേഴ്സ് ഉണ്ട്. അതിനിടയിൽ ഒരു ക്യാമറ പോകുന്ന കാണുമ്പോഴത്തേക്കും അതൊരു വലിയൊരു കൗതുകമാണ്, കാരണം ആരെങ്കിലും തിരിഞ്ഞു നോക്കി പോകും. ഇപ്പം ജോലി ചെയ്യുന്ന ഒരു വണ്ടിപ്രാന്തൻ എന്ന നിലയിൽ പോലും കഴിഞ്ഞ ദിവസം ഞാനൊരു വൈറ്റ് സ്പ്രിന്റ് എഡിഷൻ കണ്ടായിരുന്നു ഇതിന്റെ ഈ റോട്ടിൽ കൂടെ തന്നെ പോയത്. ഇത്രയോ വണ്ടികൾ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും കൊള്ളാം, രസമുണ്ട്. പക്ഷെ ഇത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒരു 2 സെക്കൻഡത്തേക്ക് ഒന്ന് സൈലന്റ് ആവും, നമ്മൾ ആ വണ്ടി ഒന്ന് എൻജോയ് ചെയ്യുന്നു കണ്ടിട്ട്. പിന്നെ യൂണീക്കാണ്, ഒരു യൂണിക്കോൺ പോലെയാണ്, എപ്പോഴും ഒന്നും കിട്ടത്തില്ല. സ്പോർട്സ് മോഡലാണ്, സ്പോർട്സ് മോഡലാണ് നമ്മൾ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ ബിഗ് 3 ജർമ്മൻസ് കൊള്ളത്തില്ല എന്നല്ല, അവരൊക്കെ അവരുടെ ഒരു ലെഗസി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പൊ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് എപ്പോഴും നോക്കുന്നത് BM-ന്റെ റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം ആയിരിക്കും. അവരുടെ ലോഞ്ച് ടു മൗണ്ട് എഞ്ചിനും പിന്നെ ഇപ്പോഴത്തെ ZF അല്ലേ, സ്റ്റെപ്ടോണിക് ആണ്. അതുപോലെ നമ്മുടെ മെർസഡീസിന്റെ ആ ഒരു ബാലൻസ്ഡും ഇതാ പോകുന്നു, പറഞ്ഞു തീർന്നില്ല 100 ആയുസ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ആ വണ്ടി കണ്ടില്ലേ, വണ്ടി കണ്ടപ്പോ നമ്മൾ ആദ്യം നമ്മുടെ വായന്ന് അടിപൊളി അങ്ങനെയല്ല, നമ്മൾ ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെന്റ് ആണ് വണ്ടിയുടെ റോഡ് പ്രസൻസ്, അത് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. NVH ലെവൽസും വളരെ സൈലന്റ് ആണ്, നമുക്ക് വിസ്പർ ചെയ്ത് സംസാരിക്കാനും പറ്റും. ഡ്രീം കാർ M3. സാറെന്താ ചോദിച്ചെന്താ? പ്രൈസിങ് നമുക്ക് 47 lakh സംതിങ് വരും. നമുക്ക് ഓൺ റോഡ് എക്സ്ഷോറൂം വരുന്നത് ഓൺ റോഡ് അറൌണ്ട് 61 വരും. ഇതിന് സ്പ്രിന്റ് എഡിഷൻ ആയാലും നമുക്ക് റേറ്റ് വ്യത്യാസമില്ല. ഇപ്പോൾ കറക്റ്റ് പ്രൈസിങ് പറയുവാണെങ്കിൽ നമുക്ക് എക്സ്ഷോറൂം 4782 വരും, 47,82,000 വരും. പിന്നെ നമുക്ക് ടാക്സ് പാക്കേജ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 61,29,000 വരും ഓൺ റോഡ്. പിന്നെ നമുക്ക് ക്യാമറയുടെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. ഈ മാസത്തെ എല്ലാ മാസം ഓഫേഴ്സ് മാറി വരും. നമുക്ക് ഇതിന്റെ പേൾ വൈറ്റിലോട്ട് പോകുമ്പോൾ പേൾ വൈറ്റ് പ്രീമിയം കളറാണ്. അതിന്റെ എക്സ്ഷോറൂം 47 കളർ വൈസ് വേരിയേഷൻ വരും. കളർ വൈസ് വേരിയേഷൻ വരുന്നുണ്ട്. അതിന്റെ ഒരു ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 61-47 വരും ഓൺ റോഡ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഒരു 20K അടുപ്പിച്ച് വ്യത്യാസം വരത്തുള്ളൂ.
അത് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കളർ വേരിയേഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ സ്പ്രിന്റ് ആയാലും ഏതായാലും സെയിം കളർ വേരിയേഷൻ തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസിൽ ഇത്രയും ലക്ഷറിയും ഇത്രയും ബാലൻസ് കൊടുക്കുന്ന വണ്ടി വേറെ ഇല്ല. അതെ അതെ, ഓവറോൾ പാക്കേജ് ആണ്. ചെറിയ ആ ഒരു ടയർ നോയ്സ് അത്രയും ടയർ ആയിട്ടും ചെറിയ രീതിയിൽ അകത്ത് കയറുന്നുള്ളൂ. ഒരു ഇൻവോയ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അറൗണ്ട് 16 ഒക്കെ ഓൺ ആൻ ആവറേജ് ലേറ്റസ്റ്റ് കിട്ടുന്നതാണ്. പോട്ടെ പോട്ടെ. ട്രാക്ഷൻ പിന്നെ അതെ ട്രാക്ഷൻ ഓഫ് ഉണ്ടല്ലോ. ലോഞ്ച് ഒന്നും വരുത്തില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നോക്കാം. ഹൈബ്രിഡ് EV പവർ ഇല്ലേ, അത് ഇൻസ്റ്റന്റ് ടോർക്ക്. തിരിച്ചെടുക്കാം ബാക്കിലോട്ട് നോക്കിയിട്ട്. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ടേൺ റേഡിയസ് ആണ്. സെഡാന്റെ ഒരു വലിപ്പമുണ്ട്. 4.9 എന്തോ ടേണിംഗ് റേഡിയസ്. അപ്പോൾ ഞാൻ റീസീറ്റിൽ കുറച്ച് കാര്യങ്ങളോടെ പറഞ്ഞുതരാറുണ്ട്. ഓക്കെ, അവിടെയാണ് പറയാനുള്ളത്. ഇതിനകത്ത് ഫുൾ കൺട്രോൾസ് വരുന്നതാണ് ഇവിടെ. ഇനി ഇതിനകത്ത് നമുക്കിപ്പം സീറ്റ് സപ്പോർട്ടൊക്കെ എല്ലാം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഇല്ലേ, അതിന്റെ മൊത്തം വോളിയം, നെക്സ്റ്റ് ട്രാക്ക് ഒക്കെ മാറ്റാം അല്ലേ? എല്ലാം മാറ്റാം. ഇത് നമ്മുടെ റിയർ ഷെയ്ഡാണ്. അത് റിവേഴ്സ് ഇടുമ്പോഴല്ല താഴെ റിവേഴ്സ് ഇടുമ്പോഴും താഴെ. പിന്നെ നമ്മുടെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാം. എല്ലാം ഓപ്പണിംഗ് ഉണ്ടോ? ഓപ്പണിംഗ് ഇല്ല. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നത് അവിടെ. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 3 സീരീസിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, പക്ഷെ കവേർഡ് അല്ല. ഇതിൽ കവേർഡാണ്. പിന്നെ നമുക്ക് റിയർ സീറ്റ് കൺട്രോൾസും കിട്ടുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ പ്രീമിയം വെഹിക്കിൾസ് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഒരു 61 lakhs പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യാനുള്ള പരിപാടികളാണ്. നമുക്ക് ബാക്ക് സീറ്റ് എങ്ങനെ? ഈ ബാറ്ററി ഫ്ലോർ മൗണ്ടഡ് ആയിട്ടാണോ അതോ? ഫ്ലോർ മൗണ്ടഡ് ആണ്. ഫ്ലോർ മൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിയർ സീറ്റിന്റെ അണ്ടറിലായിട്ട് വരും.
സംഭവം നമുക്ക് വീട്ടിലൊക്കെ സോഫയിലിരിക്കുന്ന ഒരു സുഖമുണ്ട്. സുഖമാണ്.